അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഈ തീരുമാനം അവർക്ക് തിരിച്ചടിയാവില്ലേ? പ്രത്യേകിച്ച് അമേരിക്കൻ ഉപയോക്താക്കളെ. കാരണം ഉപയോക്തർ വില കൂടുമെന്ന് മാത്രമല്ല അവിടെ പണപ്പെരുപ്പത്തിന് ഇത് ഇടയാക്കുമെന്നതിൽ സംശയമില്ല. ഇനി ഇന്ത്യൻ ഇറക്കുമതിയൊക്കെ ആശ്രയിക്കുന്ന മേഖലകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ഫാർമസ്യൂട്ടിക്കൽസ് പോലുള്ളവ. അതെ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ഇതൊരു ചോദ്യ ഉത്തരവല്ല, അനുവും കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് അവർക്കൊരു സെൽഫ് ഗോൾ ആണ്. കാരണം ഇപ്പം ഞാൻ അമേരിക്കയിൽ താമസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഓൾറെഡി സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം വില വർദ്ധിച്ചു വരുന്നു. ഉദാഹരണത്തിന് ഇന്നലെ ഒരാൾ പറയുകയുണ്ടായി, എന്താണ്, മുട്ട, പിന്നെ പാൽ, ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് മേടിക്കുന്നതാണല്ലോ. പിന്നെ ചോക്ലേറ്റ് പോലത്തെ സാധനങ്ങൾക്കെല്ലാം നേരിയ തോതിലെങ്കിലും വില വർധന അവര് അനുഭവിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അവരെയും ഇത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്, ഈ അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറയുന്നത് ഒരു വിൻ ലൂസ് പ്രൊപ്പോസിഷൻ അല്ല. അതായത് ഒരാൾക്ക് നേട്ടവും മറ്റൊരാൾക്ക് കോട്ടവും ഉണ്ടാകുന്ന രീതിയല്ല അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ സാധാരണ ഘടന. അതങ്ങനെയും ആവരുത്. ഇത് വിൻ വിൻ, രണ്ടുപേർക്കും നേട്ടം ഉണ്ടാവുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര വ്യാപാരം അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഞാൻ പറയുന്നു, ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്നുള്ള മത്സ്യമേഖലയിൽ നിന്നുള്ള കയറ്റുമതി ആലോചിച്ച് നോക്കൂ. ഇവിടത്തെ ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നു. ഇവിടത്തെ അത് നടത്തുന്ന ആൾക്കാർക്ക് കുറച്ച് സമ്പത്തുണ്ടാക്കാൻ വെൽത്ത് ക്രിയേഷൻ നടക്കുന്നു. അമേരിക്കയിലാണെങ്കിൽ അവിടെ ഇതിന്റെ സാധ്യതയില്ല. അവർക്ക് ഇത്രയും കുറഞ്ഞ നിരക്കില് ഇതുണ്ടാക്കാൻ സാധിക്കുകയുമില്ല. അപ്പൊ അവിടുത്തെ കൺസ്യൂമറിന് ബെനിഫിറ്റും ഉണ്ടാവുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര വ്യാപാരം. രണ്ടുപേർക്കും വിൻ വിൻ. ഇതിപ്പം അമേരിക്കയുടെ നടപടി ഇത് ലൂസ് ലൂസ് എന്നുള്ള രീതിയിലേക്ക്, അതായത് രണ്ടുപേർക്കും നഷ്ടം ഉണ്ടാവും എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ, അതായത് നീതി ന്യായം ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, ഞാനത് പറയാൻ കാരണം വളരെ കൂൾഡായിട്ട്, വളരെ കാര്യമാത്ര പ്രസക്തമായി നമ്മൾ ഇതിനെ കണ്ടാൽ അദ്ദേഹം എടുക്കുന്നതിന്റെ ധാർമ്മികത അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ ധാർമ്മികതയോ അതൊക്കെ നമുക്ക് എന്താണ് പ്രശ്നം? ആ പ്രശ്നത്തിനെ ഡീൽ ചെയ്യാൻ, ആ പ്രശ്നത്തിനെ നേരിടാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, ഇത്രയും മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഇതിന് കാരണം വാക്കുകൊണ്ട് അതിനെ അനലൈസ് ചെയ്ത് അതൊക്കെ ചർച്ചകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ ശരി, വേണ്ടതാണ്. ഞാൻ പറഞ്ഞത്, ഇപ്പൊ പോളിസി മേക്കിംഗ് നടപടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഗവൺമെന്റിന് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ ഇതിനെ നേരിടാം എന്നുള്ള ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഇതിനെ വീക്ഷിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഇതിന്റെ ഇരട്ടത്താപ്പ്, അദ്ദേഹം എങ്ങനെ ചെയ്യുന്നു, അതിനെന്തെങ്കിലും റാഷണൽ ഉണ്ടോ, അതിന് അതിന് യുക്തിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനിൽ അപ്രസക്തമാവുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു നടപടി സ്വീകരിക്കപ്പെട്ടു. അപ്പൊ ആ നടപടിയെ എങ്ങനെ നേരിടണം എന്നുള്ളത് മാത്രമല്ലേ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്നുള്ള അടിസ്ഥാനത്തിലാണ്.